ഹലോ ഫ്രണ്ട്സ്, ഇന്നെന്റെ ഇച്ചു ആദ്യമായിട്ട് അംഗൻവാടി പോണു. കണ്ടോ, ഇന്നലെ വാങ്ങിയ ഒരു പുതിയ വാച്ച് അത് ഇട്ടുകൊണ്ടാണ് അവൻ കിടന്നുറങ്ങുന്നത്. എത്ര വിളിച്ചിട്ടും അവ എണിക്കണില്ല ഫ്രണ്ട്സ്. എന്റെ പോലെ തന്നെ അവ ഒന്നരാൻ തുടങ്ങി ഫ്രണ്ട്സ്. അവ എന്റെ പോലെ കരഞ്ഞുകൊണ്ടാണ് എണിക്കണത്. എനിക്കൊരു അടി കിട്ടിയ എന്റെ പിണക്കങ്ങളൊക്കെ മാറും. പക്ഷേ ഇച്ചുനങ്ങനെ ഒന്നും ഓക്കെ ആക്കാൻ പറ്റൂല ഫ്രണ്ട്സ്. അവന്റെ പിണക്കം കാരണം റെഡിയാണ് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അവന്റെ മുഖം കണ്ട ഒട്ടും സന്തോഷമില്ലാതിരിക്കണ. അവന് ഒരു ടവലും ഒരു ബുക്കും ഒരു പെൻസിലും മാസം കൊണ്ടുപോയാൽ മതി അംഗൻവാടിയിൽ. ഫുഡ് വെള്ളമൊക്കെ അവര് കൊടുക്കും. ഇതാണ് ഫ്രണ്ട്സ് ഇച്ചുന്റെ അംഗൻവാടി. കണ്ടൊഴിച്ച് നടന്നു പോണേ, നല്ല രസമല്ലേ? അച്ഛനും അമ്മയും കൂടെ ഇരിക്കുമെന്ന് വിചാരിച്ചാണ് അവൻ പോണത്. അപ്പൊ ആദ്യം ജയശ്രീ പോണെ എനിക്ക് കാണാൻ പറ്റിയില്ല ഫ്രണ്ട്സ്. അച്ഛന്റെ കൈ പിടിച്ചിട്ട് അവൻ നടന്നു പോണ നല്ല രസമുണ്ട്. അമ്മ പറഞ്ഞ് അവന് ചെറിയ പിണക്കം ഉണ്ടായിരുന്നു. അവന്റെ ജയശ്രീയില് ഒരു ടീച്ചർ ഒരായും ഉണ്ട്. ചെരുപ്പൊക്കെ മാറ്റിയിട്ട് കണ്ട അച്ഛൻ അവനെ അകത്തോട്ട് കയറ്റി വിടണ. അകത്തോട്ട് കയറിയിട്ട് അച്ഛനും കൂടെ വരാൻ വേണ്ടി പിടകണുണ്ടോ. അവന്റെ പിടകം സഹിക്കാതെ വന്നപ്പം അച്ഛനും അവൻ്റെ കൂടെ നേഴ്സറിയിനകത്ത് കയറി. അച്ഛൻ കയറിയപ്പം അമ്മയും കൂടെ വരാൻ പിടങ്ങി. അച്ഛനെ പുറത്തോട്ട് വലിക്കണ കണ്ടോ. അവൻ ഒരുവിധം ടീച്ചർ അവനെ അകത്ത് കയറ്റി ഒരു സൈക്കിൾ എടുത്ത് കൊടുത്തു. അവിടുത്തെ കുട്ടികളുടെയും ടീച്ചറിനെയും കണ്ടോ. അവൻ കുട്ടികളെ കണ്ടപ്പോൾ അവന് നല്ല ചമ്മലുണ്ടായിരുന്നു. അവൻ്റെ മുഖം ശ്രദ്ധിച്ച് നോക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അവൻ്റെ കണ്ണ് വെട്ടിച്ച് മുങ്ങാനുള്ള ശ്രമത്തിലാണ് അച്ഛനും അമ്മയും. അച്ഛൻ നൈസായിട്ട് എണിച്ച് പോണ കണ്ടോ ഫ്രണ്ട്സ്. പാവം അവനൊന്നും അറിഞ്ഞില്ല. ഇനി വൈകിട്ട് അവനെ വിളിക്കാൻ പോവാ. അമ്മ ഇടയ്ക്ക് ടീച്ചറിനെ വിളിച്ചപ്പം വലിയ പിടക്കമൊന്നും ഇല്ലാതിരിക്കണമെന്ന് പറഞ്ഞു. കണ്ടോ ഇടങ്ങി പാടുന്നത്. പാവ ഇത്ര നേരം എങ്ങനെ എഴുന്നു വന്നു. അച്ഛനും അമ്മയും വന്നിരിക്കണ അവൻ കണ്ടില്ല ഫ്രണ്ട്സ്. കാണുമ്പോ അവന്റെ മുഖത്തിലുണ്ടാവണ സന്തോഷം നിങ്ങൾ കണ്ടോ. അവൻ ഒരുപാട് ഹാപ്പിയായി. അച്ഛൻ്റെ പൊട്ട് ചാടി കയറി. ആദ്യമായിട്ടാണ് അവൻ ഇത്രയും നേരം വീട്ടിൽ നിന്ന് മാറിയിരിക്കണത്. അങ്ങനെ അവനെ വിളിച്ചോണ്ട് വീട്ടിൽ വന്നു. അംഗൻവാടിയിലെ പ്രവേശോത്സവം മഴ കാരണം 2 ദിവസം കഴിഞ്ഞാണ് അവര് നടത്തിയത്. എൻ്റെ ഫോട്ടോസാണ് ഇട്ടിരിക്കുന്നത്. കണ്ടോ എൻ്റെ ക്യൂട്ടിച്ചൂനെ. ഇന്നും പിടക്കം ഉണ്ടായിരുന്നു. കണ്ടോ ഫോട്ടോസില്. അവന് സ്വീറ്റ്സ് ഒക്കെ ഗിഫ്റ്റായിട്ട് കൊടുത്ത്. അവരപ്പോ ഹാപ്പിയായി. അന്നിച്ചൊരു നല്ല പിടക്കമായിരുന്നെന്ന് ടീച്ചർ പറഞ്ഞു. ഇതവന്റെ നേഴ്സറിയിലെ പരിസ്ഥിതി ദിനത്തിന്റെ ഫോട്ടോയാണ് ഫ്രണ്ട്സ്. ഇതിലവൻ മാത്രം കരഞ്ഞുകൊണ്ടിരിക്കുന്നു ഫ്രണ്ട്സ്. കരഞ്ഞ് കണ്ണീരൊക്കെ ഒഴിച്ചാണ് അവൻ ചെടി നടന്നത്. എനിക്കിത് കണ്ടപ്പോൾ എനിക്ക് പാവം തോന്നി ഫ്രണ്ട്സ്. കുറച്ച് ദിവസം കഴിയുമ്പം അവൻ്റെ പിണക്കമൊക്കെ മാറും. കുട്ടികളായിട്ട് കൂട്ടാകുമ്പം അവ ഓക്കെ ആവും. ഇതൊക്കെയാണ് ഫ്രണ്ട്സ് എൻ്റെ ഇച്ചുവിൻ്റെയും സ്കൂളിലെയും നഴ്സറിയിലെയും വിശേഷങ്ങൾ. ഇനി ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് പറയാം. ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഫ്രണ്ട്സ്. എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം കാണാം. ബൈ.